ഈവനിങ് ഓൾ. എൻ്റെ പേര് ഗായത്രി. ഞാൻ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ മെന്ററാണ്. നമ്മുടെ കൂടെ ഉള്ളത് ഇന്ന് തഹസീൻ മാം ഉണ്ട്, നമ്മുടെ എക്കണോമിക് ഡിപ്പാർട്ട്മെന്റിലെ മെന്റർ. പിന്നെ ഹന മാം ഉണ്ട്, നമ്മുടെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിലെ മെന്റർ. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ സെക്കൻഡ് സെക്ഷൻ കഴിഞ്ഞ് ഇനി ഇതിപ്പോ നമ്മുടെ മൂന്നാമത്തെ സെക്ഷൻ അല്ലേ. നമ്മൾ ഫസ്റ്റ് സെക്ഷനിൽ എന്താണ് നമ്മുടെ കൂടെ ഉള്ളവരെയൊക്കെ പരിചയപ്പെട്ടു. സെക്കൻഡിൽ നമ്മുടെ ഇഗ്നുവിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞു. ഇതിപ്പോ നമ്മുടെ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ സബ്ജക്ട് ഡീകോഡിങ്ങിന്റെ മൂന്നാമത്തെ സെക്ഷൻ ആണ്. അപ്പൊ നമ്മുടെ സബ്ജക്ട് നമ്മൾ ഈ ഫസ്റ്റ് ഇയറിൽ അല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് സെമ്മിൽ എന്താണ് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ എന്താണ് ആ സബ്ജക്റ്റിനെ കുറിച്ചിട്ട് ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ ആണ് നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇഗ്നുവില് നിങ്ങളുടെ അക്കാഡമിക് ജേർണി ബ്യൂട്ടിഫുൾ അക്കാഡമിക് ആ ഒരു ട്രാക്കിലോട്ട് എത്താൻ സ്മൂത്ത് ആയിട്ട് പോവാൻ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് തരുന്നത് എന്നുള്ളതും ഇതിന്റെ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മള് നമ്മുടെ മെന്റേഴ്സ് വിളിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമുക്കറിയാലേ സെക്ഷനിൽ നമ്മുടെ ടൈം ടേബിള് പബ്ലിഷ് ചെയ്യുന്നതോടുണ്ട്. അപ്പൊ നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ട് നമ്മുടെ തഹസീൻ മാമിനെ ക്ഷണിക്കണം. ഓക്കെ, സോ വൺസ് അഗൈൻ ഇന്നത്തെ സെക്ഷനിലോട്ട് എല്ലാവരും ഞാൻ വെൽക്കം ചെയ്യുവാണ്. ഇന്നത്തെ സെക്ഷൻ എന്ന് നമ്മൾ പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, എത്ര സബ്ജക്റ്റ് ഉണ്ട് എന്നുള്ളതിന്റെ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഇന്ന് പറഞ്ഞു പോകുന്നത്. അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ സ്റ്റാർട്ടിങ് തൊട്ടേ നിങ്ങളുടെ ഓരോ ടൈമിലും ഞാൻ പറയുന്നുണ്ട് നമുക്കൊരു ടൈം ടേബിൾ കിട്ടാനുണ്ട്, നിങ്ങൾ അതനുസരിച്ച് ഫോളോ ചെയ്തു പോകണം. അപ്പോൾ ആ ഒരു ടൈം ടേബിളും കാര്യങ്ങളും നമ്മൾ ഇന്ന് റിലീസ് ആക്കുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ടൈം ടേബിൾ അനുസരിച്ച് കറക്റ്റ് ആയിട്ട് പഠിച്ചു പോവാൻ എങ്ങനെ പഠിച്ചു പോകണം എന്നുള്ളത് നിങ്ങൾക്ക് അതുവഴി മനസ്സിലാവുന്നതായിരിക്കും. അത് മാത്രമല്ല ലേൺ വൈസിൽ നിന്ന് എന്തൊക്കെ സപ്പോർട്ടും കാര്യങ്ങളുമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ്സും ഇവിടെ ഉണ്ടായിരിക്കും. സോ ഫസ്റ്റ് ആയിട്ട് നമ്മുടെ സിലബസ് ഡീകോഡിങ്ങിലോട്ടാണ് പോകുന്നത്. സിലബസ് ഡീകോഡിങ് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഈ ഒരു ഇയറിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്നുള്ളതാണ്. അതിനു മുമ്പ് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തവരുണ്ടായിരിക്കും, അഡ്മിഷൻ പാതിയിൽ നിൽക്കുന്നവരുണ്ടായിരിക്കും, അഡ്മിഷൻ ഓൾറെഡി പുറത്തുനിന്ന് എടുത്ത് വന്നവരും ഉണ്ടായിരിക്കും. സോ നമുക്ക് ഫസ്റ്റ് ഇയറിൽ ഇലക്റ്റീവ് കോഴ്സസ് വരുന്നുണ്ട്, കോർ പേപ്പേഴ്സും വരുന്നുണ്ട്. മൊത്തം 8 പേപ്പേഴ്സാണ് നമുക്ക് ഫസ്റ്റ് ഇയറിൽ പഠിക്കാനായിട്ടുള്ളത്. സോ നമുക്ക് ഇലക്ടീവ്സ് പേപ്പറിൽ ഇപ്പോൾ ലേൺ വൈസിൽ നിന്നും അഡ്മിഷൻ എടുക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് അവർക്ക് ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന, അതായത് ലേൺ വൈസ് ചൂസ് ചെയ്തിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും അവൈലബിൾ ആയിട്ടുള്ള ഇലക്റ്റീവ് പേപ്പേഴ്സ് ആയിരിക്കും ലേൺ വൈസ് അഡ്മിഷൻ എടുക്കുമ്പോൾ അവർക്കായിട്ട് കൊടുക്കുന്നുണ്ടായിരിക്കാം. സോ അവർക്ക് അങ്ങനെ ലേൺ വൈസ് അഡ്മിഷൻ എടുക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും അവരുടെ ആ ഒരു ഇലക്റ്റീവ് പേപ്പേഴ്സിന്റെ വീഡിയോ ക്ലാസ്സസും ലെക്ചേഴ്സും കാര്യങ്ങളും എല്ലാം കിട്ടുന്നതായിരിക്കും. സോ നമ്മൾ പുറത്ത് നിന്ന് ഓൾറെഡി അഡ്മിഷൻ എടുത്തിട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്ന ഈ ഇലക്റ്റീവ്സും നമുക്കിവിടെ ഫുള്ളി മെറ്റീരിയൽസ് എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഇലക്ടീവ്സും തമ്മിൽ ചിലപ്പോൾ ചെറിയൊരു ഡിഫറൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതാദ്യം ഒന്ന് ശ്രദ്ധിക്കുക. സോ നമുക്ക് ഫസ്റ്റ് ആയിട്ട് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ കോർ പേപ്പേഴ്സ് ആയിട്ടുള്ള ഫസ്റ്റ് വൺ BECC 101 ഇൻട്രൊഡക്ടറി മൈക്രോ എക്കണോമിക്സ്, BECC 102 മാത്തമാറ്റിക്കൽ മെത്തഡ്സ് ഫോർ എക്കണോമിക്സ് 1, BECC 103 ഇൻട്രൊഡക്ടറി മൈക്രോ എക്കണോമിക്സ്, BECC 104 മാത്തമാറ്റിക്സ് മെത്തേഡ്സ് ഇൻ എക്കോണമിക്സ് 2. അപ്പോൾ ഇതാണ് നമ്മുടെ കോർപ്പസ് എന്ന് പറയുന്നത്. ഇതിന്റെ എല്ലാ മെറ്റീരിയൽസും, അതായത് വീഡിയോ ലെക്ചേഴ്സ് കാര്യങ്ങളും അതിന്റെ ടെക്സ്റ്റ് ബുക്ക് വായന കാര്യങ്ങൾ അങ്ങനെ എല്ലാ മെറ്റീരിയൽസും ഫുള്ളി നമുക്ക് അവൈലബിൾ ആണ്. കൂടാതെ നമുക്ക് ഇലക്ടീവ്സിൽ വരുന്ന നമ്മുടെ BEGAE 182 ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, BEVAE 181 എൻവയോൺമെന്റൽ സ്റ്റഡീസ്, BPAG 171 ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആൻഡ് BSOG 171 ഇന്ത്യൻ സൊസൈറ്റി ഇമാജിൻ റിയാലിറ്റീസ്. ഇത്രയും സബ്ജക്റ്റുകളുടെ എല്ലാ മെറ്റീരിയൽസും നമുക്ക് ലേൺ വൈസ് അവൈലബിൾ ആയിരിക്കും. അപ്പം നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള സെയിം സബ്ജക്റ്റുകളാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ എല്ലാ മെറ്റീരിയൽസും കാര്യങ്ങളും എല്ലാം കിട്ടുന്നതായിരിക്കും. സോ ഇവിടെ നിങ്ങൾക്ക് അതിന്റെ ക്രെഡിറ്റ്സ് കാണാനായിട്ട് പറ്റും. ഓരോ സബ്ജക്റ്റും നമ്മൾ എത്ര ക്രെഡിറ്റ്സ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത്, ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് 30 ഹവേഴ്സ് ആണ്. അതായത് നമ്മൾ ഒരു സബ്ജക്റ്റിന് എത്ര ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ബാക്കിയുള്ള ഇനി ഞാൻ പറയാൻ പോകുന്ന ബാക്കിയുള്ള പേപ്പേഴ്സിന്റെ നമുക്ക് വീഡിയോ ക്ലാസ്സസ് കാര്യങ്ങൾ ഉണ്ടായിരിക്കില്ല. പകരം മെറ്റീരിയൽസ്, അതായത് അതിന്റെ ടെക്സ്റ്റ് ബുക്കും അതിന്റെ വാൻ കാര്യങ്ങളും ലെക്ചർ നോട്ട് കാര്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. BEGG 171 മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, BPYG 171 അപ്ലൈഡ് എത്തിക്സ്, BGDG 172 ജെൻഡർ സെൻസേഷൻ, സൊസൈറ്റി ആൻഡ് കൾച്ചർ,
BPAG 172 Governance Issues and Challenges, BEGG 172 Language and Linguistics, BPYG 172 Philosophy of Religion, BABG 171 Understanding BAMBECO, ONR 003 Water Harvesting, Conservation and Utilization, BPCG 171 General Psychology, BPCG 172 Youth, Gender and Identity. അപ്പോൾ ഇത്രയും പേപ്പേഴ്സ് ഇലക്ടീവ്സ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ അതിന്റെ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ് നമുക്ക് ഉണ്ടായിരിക്കില്ല. മെറ്റീരിയൽസ് മാത്രമായിട്ടായിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക. ഇനി നമുക്ക് സെക്കൻഡ് ഇയറിലോട്ട് വരുമ്പോൾ നമുക്കുള്ള എല്ലാ കോഴ്സസിന്റെയും മെറ്റീരിയൽസ് നമുക്ക് ഫുള്ളി അവൈലബിൾ ആണ് കേട്ടോ. സെക്കൻഡ് ഇയറിലോട്ട് വരുന്ന സമയത്ത് ഇപ്പൊ നമുക്കറിയാം നമ്മൾ ഈ കോഴ്സിന്റെ അതായത് എക്കണോമിക്സിന്റെ നമുക്ക് ഫസ്റ്റ് ഇയർ വൈസ് ആയിട്ടാണ് എക്സാംസ് വരുന്നത്. ആ ഒരു എക്സാംസ് കഴിഞ്ഞ് ഫസ്റ്റ് ഇയറിന്റെ എക്സാംസ് കഴിഞ്ഞ് സെക്കൻഡ് ഇയർ ആകുമ്പോൾ നമ്മൾ വീണ്ടും ഇഗ്നൂവിൽ രജിസ്റ്റർ ചെയ്യണം, വീണ്ടും ലേൺ വൈസിൽ വരണം. അങ്ങനെയാണ് നമ്മൾ സെക്കൻഡ് ഇയർ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ടായിരിക്കാം. സോ സെക്കൻഡ് ഇയറിലോട്ട് വരുമ്പോൾ നമുക്ക് വരുന്ന പേപ്പേഴ്സ് എന്ന് പറയുന്നത് BECC 105 Intermediate Microeconomics 1, BECC 106 Intermediate Macroeconomics 1, BECC 107 Statistical Method for Economics, BECC 108 Intermediate Microeconomics 2, BECC 109 Intermediate Macroeconomics 2, BECC 110 Introductory Econometrics, BCOS 183 Computer Application in Business, BPCS 183 Emotional Intelligence, BPAG 173 E-Governments, BPCG 173 Psychology for Health and Well-being, BEGG 173 Academic Writing and Composition, BPAG 174 Sustainable Development, BPCS 184 School Psychology, BPCS 186 Managing Stress, BPAS 184 Logistic Management, BEGS 183 Writing and Study. അപ്പോൾ ഇത്രയും സബ്ജക്റ്റുകളുടെ നമുക്ക് എല്ലാ മെറ്റീരിയൽസും നമുക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് മെറ്റീരിയൽസ് മാത്രമായിട്ട് വരുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ വീഡിയോ ക്ലാസ്സസും കാര്യങ്ങളും എല്ലാം ഫുൾ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിന്റെ ലിസ്റ്റാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. സോ ഇനി നമുക്ക് മെറ്റീരിയൽസ് മാത്രമായിട്ട് വരുന്ന സബ്ജക്റ്റുകളുടെ ലിസ്റ്റ് ആണ് കേട്ടോ പറയുന്നത്. BIN S183 Tourism Anthropology, BPCS 185 Developing Emotional Competence, BPCS 187 Managing Human Resources, BSSS 183 Life Skills, BSOG 173 BP Psychology and Media, BANS 184 Public Health and Epidemiology, BECC 184 Data Analysis, BEGS 186 Business Communication, BPCS 188 Application of Social Psychology, ONR 002 Basic of Hydrology, BPCG 176 Psychology of Gender, BEGG 174 Creative Writing. അപ്പോൾ ഇത്രയും സബ്ജക്റ്റുകളുടെ നമുക്ക് മെറ്റീരിയൽസ് മാത്രമായിട്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് തേർഡ് ഇയറിലോട്ട് വരുമ്പോൾ ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയറിന് പറഞ്ഞു, സെക്കൻഡ് ഇയറിന് പറഞ്ഞു, തേർഡ് ഇയറിലോട്ട് വരുമ്പോൾ ഉള്ള സബ്ജക്റ്റുകളുടെ ഫുള്ളി അവൈലബിൾ ആയിട്ടുള്ള സബ്ജക്റ്റുകളുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അത് നോക്കുവാണെങ്കിൽ BECC 111 Indian Economy 1, BECC 112 Development Economics 1, BECC 113 Indian Economy 2, BECC 114 Developing Economies 2, BECC 141 Economics of Health and Education, BECC 143 Environmental Economics, BECC 142 Applied Econometrics, BECC 144 Financial Economics. സോ ഇത്രയും പേപ്പേഴ്സിന്റെ എല്ലാ മെറ്റീരിയൽസും നമുക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഇപ്പോൾ നിലവിൽ ഇത്രയും പറഞ്ഞത് നമ്മൾ ഡിഗ്രിയിൽ അതായത് BA തേർഡ് ഇയേഴ്സിന് വേണ്ടി, അതായത് തേർഡ് ഇയേഴ്സ് അല്ല സോറി 3 വർഷത്തെ ഹോണേർഡ് ആയിട്ടുള്ള ഡിഗ്രി ചൂസ് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിനപ്പുറത്തേക്ക് നമുക്ക് 4 ഇയർ ഡിഗ്രി ചൂസ് ചെയ്ത ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. സോ അവർക്ക് ഫസ്റ്റ് ഇയറിൽ വരുന്ന സിലബസ് ആണ് ഇനി പറയുന്നത്. BECC 101 Introductory Microeconomics, BECC 103 Introductory Macroeconomics, BEVAE 181 Environmental Studies, and BEDSV 101 Value Education, BCOS 186 Personal Selling and Salesmanship, BCOS 185 Entrepreneurship, BSOG 171 Indian Society Image and Realities, BPAG 171 Disaster Management, BCOS 183 Computer Application in Business, BPAS 184 Logistic Management, BPCS 183 Emotional Intelligence, BEGS 183 Writing and Study Skills.
അപ്പോൾ അവർക്ക് അതായത് 4 ഇയർ ഡിഗ്രി ചൂസ് ചെയ്തവർക്ക് ഫസ്റ്റ് ഇയറിൽ നമുക്ക് വരുന്ന കോഴ്സസും കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ എല്ലാ മെറ്റീരിയൽസും നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ 4 ഇയർ ഡിഗ്രിക്കാരിലോട്ട് വരുമ്പോൾ അവർക്ക് സെക്കൻഡ് ഇയറിന്റെ കോഴ്സിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് 4 കോർ പേപ്പേഴ്സ് ആണ് ഉണ്ടായിരിക്കുക. 4 കോർ പേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കമ്പൽസറി ആയിട്ട് നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട പേപ്പേഴ്സ് ആണ്. അതിന് പുറമെ നമുക്ക് ഒരു എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സും ഒരു സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സും പിന്നെ 2 മൈനർ പേപ്പേഴ്സും ആണ് ഉണ്ടായിരിക്കുക. സോ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സായിട്ട് നമുക്ക് വരുന്നത് BEGAE 182 ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. അതുപോലെ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സായിട്ട് നമുക്ക് വരുന്നത് BEGS 183 റൈറ്റിംഗ് ആൻഡ് സ്റ്റഡി സ്കില്ലാണ്. കൂടാതെ 2 മൈനർ പേപ്പേഴ്സ് അത് നമുക്ക് എലക്ടീവ്സ് ആണ്. നമുക്ക് സൈക്കോളജിയുടെയും സോഷ്യോളജിയുടെയും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, ഇനി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഫസ്റ്റ് ഇയറിൽ നമുക്ക് വരുന്ന ആ ഒരു 8 സബ്ജക്റ്റിന്റെയും കണ്ടന്റ് എന്താണ്, എന്തൊക്കെയാണ് നമുക്ക് അതിൽ പഠിക്കാനുള്ളത് എന്നുള്ളത്, ഓരോ യൂണിറ്റ് എന്താണ്, ബ്ലോക്ക് എന്താണെന്നുള്ളതാണ് പറയാൻ വന്നത്. അപ്പോൾ ഓരോ സബ്ജക്റ്റിനെയും ഓരോ കോഴ്സിനെയും നമ്മൾ ബ്ലോക്കുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ആ ഓരോ ബ്ലോക്കിനകത്തും ഒരു കുറച്ച് യൂണിറ്റ്സുകളായിട്ടും വരുന്നുണ്ടായിരിക്കും. സോ ഇവിടെ BECC 101 ഇൻട്രൊഡക്ടറി മൈക്രോ എക്കണോമിക്സിൽ ഫസ്റ്റ് ബ്ലോക്കിൽ നമുക്ക് നോക്കുവാണെങ്കിൽ 3 യൂണിറ്റ് കാണാൻ പറ്റും. ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു എക്കോണമിക്സ് ആൻഡ് എക്കോണമി. സെക്കൻഡ് യൂണിറ്റ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനാലിസിസ്. യൂണിറ്റ് 3 എന്ന് പറയുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇൻ പ്രാക്ടീസ്. അപ്പോൾ ഫസ്റ്റത്തെ ബ്ലോക്കിൽ നമുക്ക് നോക്കുവാണെങ്കിൽ സപ്ലൈ എന്താണ്, ഡിമാൻഡ് എന്താണ്, എക്കോണമി എന്താണ്, എക്കണോമിക്സ് എന്താണ് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ഐഡിയ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. ബ്ലോക്ക് 2 തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. തീർച്ചയായിട്ടും അതിൽ നമുക്ക് കൺസ്യൂമേഴ്സ് എന്താണ്, കൺസ്യൂമേഴ്സിന്റെ ബിഹേവിയർ എങ്ങനെയാണ്, അതിന്റെ കാർഡിനൽ അപ്രോച്ച് എന്താണ്, ഓർഡിനൽ അപ്രോച്ച് എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ആ ഒരു ബ്ലോക്കിൽ നമുക്ക് പഠിക്കാനായിട്ട് ഉണ്ടായിരിക്കാം. യൂണിറ്റ് 4 എന്ന് പറയുന്നത് കൺസ്യൂമർ ബിഹേവിയർ കാർഡിനൽ അപ്രോച്ച്. യൂണിറ്റ് 5 എന്ന് പറയുന്നത് കൺസ്യൂമർ ബിഹേവിയർ ഓർഡിനൽ അപ്രോച്ച്. ആൻഡ് ബ്ലോക്ക് 3 പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്. ആ ഒരു അറിയാലോ, ആ ഒരു പ്രൊഡക്ഷൻ എന്താണ്, കോസ്റ്റ് എന്താണ്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫങ്ഷൻസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നുണ്ടായിരിക്കുക. So unit 6 production with 1 variable input. Unit 7 production with 2 and more variable inputs. Unit 8 the cost of production. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബ്ലോക്ക് 3 വരുന്നത്. ഇനി ബ്ലോക്ക് 4 വരുമ്പോൾ മാർക്കറ്റ് സ്ട്രക്ചേഴ്സ്. നമ്മുടെ മാർക്കറ്റുകൾ നമുക്കറിയാം, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മോണോപ്പൊളി, അതുപോലെ ഡ്യൂയോപ്പൊളി, അങ്ങനെ ഒത്തിരി ഒലിഗോപ്പൊളി എന്നൊക്കെ പറഞ്ഞിട്ട് മാർക്കറ്റുകളുണ്ട്. അപ്പൊ മാർക്കറ്റുകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് അതിൽ നമുക്ക് നോക്കാനായിട്ട് ഉണ്ടായിരിക്കുക. ബ്ലോക്ക് 4 മാർക്കറ്റ് സ്ട്രക്ചേഴ്സിൽ വരുമ്പോൾ യൂണിറ്റ് 9 പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ഫേം ആൻഡ് ഇൻഡസ്ട്രി ഇക്വിലിബ്രിയം. യൂണിറ്റ് 10 മോണോപ്പൊളി, പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിസിഷൻസ്. യൂണിറ്റ് 11 മോണോപ്പൊളിസ് കോമ്പറ്റീഷൻ, പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിസിഷൻസ്. യൂണിറ്റ് 12 ഒലിഗോപ്പൊളി, പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിസിഷൻസ്. ആൻഡ് ബ്ലോക്ക് 5 ഫാക്ടർ മാർക്കറ്റ്. യൂണിറ്റ് 13 നമ്മൾ ഫാക്ടർ മാർക്കറ്റ് എന്താണ്, പ്രൈസ് ഡിസിഷൻസ് എന്താണെന്നുള്ളത് നോക്കുന്നു. അതുപോലെ യൂണിറ്റ് 14 ലേബർ മാർക്കറ്റ് എന്താണ്. യൂണിറ്റ് 15 ലാൻഡ് മാർക്കറ്റ്സുകൾ എന്താണെന്നുള്ളതും കൂടെ പഠിക്കാനായിട്ടുണ്ടായിരിക്കാം. ആൻഡ് ബ്ലോക്ക് 6 നമുക്ക് വെൽഫെയർ മാർക്കറ്റ് ആൻഡ് ഫെയിലിയർ ആൻഡ് ദ റോൾ ഓഫ് ഗവൺമെന്റ്. ഗവൺമെന്റ് എങ്ങനെയാണ് വെൽഫെയർ നടത്തുന്നത്, എങ്ങനെയാണ് അത് എഫക്റ്റീവ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് അതിൽ പഠിക്കാനായിട്ടുണ്ടായിരിക്കാം. യൂണിറ്റ് 16 വെൽഫെയർ അലോക്കേഷൻ എഫിഷ്യൻസി അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ആൻഡ് യൂണിറ്റ് 17 എഫിഷ്യൻസി ഓഫ് മാർക്കറ്റ് മെക്കാനിസം, മാർക്കറ്റ് ഫെയിലിയർ ആൻഡ് റോൾ ഓഫ് ദ സ്റ്റേറ്റ്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇൻട്രൊഡക്ടറി മൈക്രോ എക്കണോമിക്സിൽ വരുന്നത്. 6 ബ്ലോക്സ് ഉണ്ട്, 17 യൂണിറ്റ്സുകളും നമുക്ക് വരുന്നുണ്ട്. ഇനി അടുത്ത പേപ്പർ ആയിട്ടുള്ള BECC 102 മാത്തമാറ്റിക്സ് മെത്തേഡ്സ് ഫോർ എക്കോണമിക്സ് 1 പ്രോബ്ലമാറ്റിക് പേപ്പർ ആണ്. മാത്സ് നമുക്ക് ഓൾറെഡി അറിയാം, മാത്സ് ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്. അപ്പൊ അതിൽ ഫസ്റ്റ് ഇയറിൽ നമുക്ക് എന്താ പറയുക, പ്രോബ്ലമാറ്റിക് പേപ്പേഴ്സ് തന്നെയാണ് വരുന്നത്. ബ്ലോക്ക് 1 എന്ന് പറയുന്നത് പ്രിലിമിനറീസ് ആണ്. അതായത് സെറ്റ് എന്താണ്, സെറ്റ് ഒബ്ജക്ട്സ് എന്താണ്, നൾ സെറ്റ്, അങ്ങനെയുള്ള കുറച്ച് സെറ്റിന്റെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റിൽ പഠിക്കാനായിട്ട് ഉണ്ടായിരിക്കുക. യൂണിറ്റ് 1 എന്ന് പറയുന്നത് സെറ്റ്സ് ആൻഡ് സെറ്റ് ഓപ്പറേഷൻസ്. യൂണിറ്റ് 2 റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. യൂണിറ്റ് 3 ലോജിക്സ്. And block 2 functions of one independent variable. Unit 4 elementary the type of functions. Unit 5 analytical geometry. And Unit 6 sequence and series. And block 3 differentiation നമുക്ക് ഓൾറെഡി കുറച്ച് പേർക്കൊക്കെ അറിയുന്നുണ്ടാകും. ഇക്വേഷൻസ് നമ്മൾ എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നതാണ്. സോ യൂണിറ്റ് 7 ലിമിറ്റ്സ്. ആൻഡ് യൂണിറ്റ് 8 കണ്ടിന്യൂറ്റി. ആൻഡ് യൂണിറ്റ് 9 ഫസ്റ്റ് ഓർഡർ ഡെറിവേഷൻ. യൂണിറ്റ് 10 ഹൈ ഓർഡർ ഡെറിവേഷൻസ്. ബ്ലോക്ക് 4 വരുമ്പോൾ സിംഗിൾ വേരിയബിൾ ഒപ്റ്റിമൈസേഷൻസ് ആണ്. യൂണിറ്റ് 11 കോൺകേവ് ആൻഡ് കോൺവെക്സ് ഫംഗ്ഷൻസ് എന്താണ്. യൂണിറ്റ് 12 ഒപ്റ്റിമൈസേഷൻ മെത്തേഡ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. ആൻഡ് ബ്ലോക്ക് 5 ഇന്റഗ്രേഷൻസ് ആണ്. യൂണിറ്റ് 13 ഐഡന്റിഫൈ ദ ഇന്റഗ്രൽസ്. ആൻഡ് യൂണിറ്റ് 14 ഡിഫൈൻ ദ ഇന്റഗ്രൽ. ഇന്റഗ്രൽ എങ്ങനെയാണ്, നമുക്ക് അതിന്റെ ഒരു ബേസിക് കാര്യങ്ങളായിരിക്കും അതിലുണ്ടായിരിക്കുക. ആൻഡ് ബ്ലോക്ക് 6 ഡിഫറൻസ് ഇക്വേഷൻസ്.
യൂണിറ്റ് 15 ലീനിയർ ഡിഫറൻസ് ഇക്വേഷൻസ് എങ്ങനെയാണ്, ലീനിയർ ഇക്വേഷൻസ് എങ്ങനെയാണ് നമ്മൾ ഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ പഠിക്കുന്നു. അതുപോലെ യൂണിറ്റ് 16 നോൺ ലീനിയർ ഡിഫറൻസ് ഇക്വേഷൻസ്, ലീനിയർ ഇക്വേഷൻസും അതുപോലെ നോൺ ലീനിയർ ആയിട്ടുള്ള ഇക്വേഷൻസും എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യുന്നതായിട്ട് പോകുന്നുണ്ടായിരിക്കുക. ആൻഡ് നെക്സ്റ്റ് പേപ്പർ ആയിട്ടുള്ള നമ്മുടെ BECC 103 ഇൻട്രൊഡക്ടറി മാക്രോ എക്കണോമിക്സ്. മാക്രോ എക്കണോമിക്സിൽ നോക്കുമ്പോൾ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് മാക്രോ ഇഷ്യൂസ് ഇൻ മാക്രോ എക്കണോമിക്സ് ആൻഡ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. അപ്പോൾ ഒരു നാഷണൽ ഇൻകം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതിന്റെ മെത്തേഡ്സ് എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് ഫസ്റ്റിൽ നമ്മൾ പഠിക്കുന്നത്. യൂണിറ്റ് 1 എന്ന് പറയുന്നത് ഇഷ്യൂസ് ആൻഡ് കൺസെപ്റ്റ്, യൂണിറ്റ് 2 നാഷണൽ ഇൻകം അക്കൗണ്ടിങ്, യൂണിറ്റ് 3 മെഷറിംഗ് എക്കണോമിക് പെർഫോമൻസ്, ആൻഡ് ബ്ലോക്ക് 2 മണി ഇൻ എ മോഡേൺ എക്കോണമി. യൂണിറ്റ് 4 ഫങ്ഷൻസ് ഓഫ് മണി എന്താണ്, യൂണിറ്റ് 5 ഡിമാൻഡ് ഫോർ മണി എന്താണ്, ആൻഡ് യൂണിറ്റ് 6 മോണിറ്ററി പോളിസി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. ആൻഡ് ബ്ലോക്ക് 3 ഇൻഫ്ലേഷൻസ് എങ്ങനെയാണ്, ഇൻഫ്ലേഷൻ എങ്ങനെയാണ് വരുന്നത്, എന്തുകൊണ്ടാണ് വരുന്നത്, നമുക്ക് എങ്ങനെ അതിനെ അവോയ്ഡ് ചെയ്യും എന്നുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ അതിൽ ചർച്ച ചെയ്യുന്നുണ്ടായിരിക്കുക. യൂണിറ്റ് 7 ഇൻഫ്ലേഷൻ, ആൻഡ് യൂണിറ്റ് 8 കോസസ് ആൻഡ് എഫക്ട് ഓഫ് ഇൻഫ്ലേഷൻ, ആൻഡ് ബ്ലോക്ക് 4 ദ ക്ലോസ്ഡ് എക്കോണമി ഇൻ ഷോർട്ട്. നമുക്കറിയാം ഷോർട്ട് റൺ ഉണ്ട്, ലോങ് റൺ ഉണ്ട്. അപ്പോൾ ഷോർട്ട് റണ്ണിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. യൂണിറ്റ് 9 ക്ലാസിക്കൽ ആൻഡ് കെയ്നീഷ്യൻ സിസ്റ്റം, യൂണിറ്റ് 10 കെയ്നീഷ്യൻ ആൻഡ് മോഡൽ ഇൻകം ഡിറ്റർമിനേഷൻ, യൂണിറ്റ് 11 ഫിസിക്കൽ പോളിസി ഇൻ കെയ്നീഷ്യൻ മോഡൽസ്, ആൻഡ് ബ്ലോക്ക് 5 ISLM അനാലിസിസ്. IS കർവ് എങ്ങനെയാണ് വരുന്നത്, LM കർവ് എങ്ങനെയാണ് വരുന്നത്, ISLM രണ്ടും കൂടി ഒരുമിച്ചാവുമ്പോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സോ യൂണിറ്റ് 12 ഇക്ലിബ്രിയം ഇൻ റിയൽ സെക്ടർ, യൂണിറ്റ് 13 ഇക്ലിബ്രിയം ഇൻ മോണിറ്ററി സെക്ടർ, ആൻഡ് യൂണിറ്റ് 14 നിയോ ക്ലാസിക്കൽ സിന്തസിസ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ മാക്രോ എക്കണോമിക്സിൽ വരുന്നത്. ആൻഡ് നമ്മുടെ മാത്തമെറ്റിക്കൽ മെത്തഡ്സ് 2 എന്ന് പറയുന്ന പേപ്പറിൽ നോക്കുവാണെങ്കിൽ നമുക്ക് 4 ബ്ലോക്കുകളാണുള്ളത്. ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഫങ്ഷൻസ് ഓൺ സെവറൽ വേരിയബിൾസ്, അതായത് യൂണിറ്റ് 1 എന്ന് പറയുന്നത് മൾട്ടിവേരിയറ്റ് കാൽക്കുലേറ്റ്സ് 1 ആൻഡ് യൂണിറ്റ് 2 മൾട്ടിവേരിയറ്റ് കാൽക്കുലേറ്റ്സ് 2. ചെറിയതാണ്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ മാത്തമെറ്റിക്കൽ മെത്തഡ്സ് 1ന്റെ എന്താ പറയുന്നത് ബാക്കി പാർട്ടായിട്ട് തന്നെയാണോ വരുന്നത്. ബ്ലോക്ക് 2 എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, യൂണിറ്റ് 3 ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ആൻഡ് യൂണിറ്റ് 4 സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. And block 3 linear algebra, unit 5 vectors and vector space, unit 6 metrics and determination, unit 7 linear economics model, and block 4 multivariate operations, unit 8 എന്ന് പറയുന്നത് unconstrained optimization, unit 9 എന്ന് പറയുന്നത് constraint optimization with equality constraint, and unit 10 duality. അപ്പൊ ഇത്രയാണ് നമുക്ക് മാത്തമെറ്റിക്കൽ മെത്തഡ്സ് 2 നമുക്ക് പഠിക്കാനായിട്ട് വരുന്നുണ്ടായിരിക്കുക. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ EVAE 181 എൻവയോൺമെന്റൽ സ്റ്റഡീസിൽ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു എൻവയോൺമെന്റ് ആൻഡ് എൻവയോൺമെന്റൽ സ്റ്റഡീസ്. നമുക്ക് എൻവയോൺമെന്റ് എന്താണ്, നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു പേപ്പറാണ്. ഇതിൽ നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് വരുന്നുണ്ടായിരിക്കാം. ഒബ്ജക്റ്റീവ് ടൈപ്പ് നമുക്ക് അറിയാമല്ലോ, നമുക്കൊരു ക്വസ്റ്റ്യന് 4 ഓപ്ഷൻസ് ഉണ്ടാകും. 50 മാർക്കിലോട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടായിരിക്കും നമുക്ക് ഈ ഒരു പേപ്പറിൽ നമുക്ക് വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, ബാക്കി എല്ലാ പേപ്പേഴ്സും നമുക്ക് 100 മാർക്കിലോട്ടാണെങ്കിൽ എൻവയോൺമെന്റൽ സ്റ്റഡീസ് നമുക്ക് ഈ പറയുന്ന പോലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്, നമുക്ക് 50 മാർക്കിലോട്ടാണ് വരുന്നുണ്ടായിരിക്കുക. ബ്ലോക്ക് 2 നാച്ചുറൽ റിസോഴ്സസ്, ആൻഡ് ബ്ലോക്ക് 3 എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആൻഡ് കൺസേൺസ്, ബ്ലോക്ക് 4 പ്രൊട്ടക്ടിങ് അവർ എൻവയോൺമെന്റ് പോളിസീസ് ആൻഡ് പ്രാക്ടീസസ് ആൻഡ് ഗ്ലോസറി. ഓക്കെ, ബ്ലോക്ക് 1 നോക്കുവാണെങ്കിൽ ആൻ ഇൻട്രൊഡക്ഷൻ ടു എൻവയോൺമെന്റ് ആൻഡ് എൻവയോൺമെന്റൽ സ്റ്റഡീസ്, യൂണിറ്റ് 1 എന്ന് പറയുന്നത് അവർ എൻവയോൺമെന്റ്, യൂണിറ്റ് 2 എക്കോസിസ്റ്റം, യൂണിറ്റ് 3 മേജർ എക്കോസിസ്റ്റം, ആൻഡ് ബ്ലോക്ക് 2 നാച്ചുറൽ റിസോഴ്സസ്, യൂണിറ്റ് 4 land and water resources, unit 5 forest resources, unit 6 biodiversity values and services, unit 7 energy resources. നമ്മുടെ ചുറ്റുപാട്ടും നടക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഇതിൽ കൂടുതലായിട്ടും പഠിക്കാനായിട്ട് ഉണ്ടായിരിക്കുക. സോ നിങ്ങൾക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു പേപ്പറും കൂടി ആയിരിക്കും. ബ്ലോക്ക് 3 environmental issues and concerns, unit 8 biodiversity threats and conservations, and unit 9 environmental pollution and hazards, unit 10 waste management, and unit 11 global environmental issues. Block 4 വരുമ്പോൾ protecting our environment policies and practice, unit 12 environmental legislation, and unit 13 human communication and environment, and unit 14 environmental ethics. ഓക്കെ, അടുത്ത പേപ്പർ ആണ് നമ്മുടെ BEDSV 101 വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. നമുക്ക് മൊത്തം 5 ബ്ലോക്സ് വരുന്നുണ്ട്. ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് ആണ്. ബ്ലോക്ക് 2 ചേഞ്ചിങ് കൾച്ചർ ആൻഡ് ഹ്യൂമൻ വാല്യൂസ്, ബ്ലോക്ക് 3 തിയറിറ്റിക്കൽ ഫൗണ്ടേഷൻ, ബ്ലോക്ക് 4 സോഷ്യൽ ഡൈനാമിക്സ് ആൻഡ് വാല്യൂ ഡെവലപ്മെന്റ്, ബ്ലോക്ക് 5 സോഷ്യൽ ലിങ്കേജസ്. ഓക്കെ,
അപ്പൊ ഇതിൽ ബ്ലോക്ക് 1 നോക്കുവാണെങ്കിൽ നമുക്ക് യൂണിറ്റ് 1 എന്ന് പറയുന്നത് സോഷ്യൽ മലേഷ്യ ആൻഡ് നീഡ് ഫോർ ദ വാല്യൂ എഡ്യൂക്കേഷൻ, ആൻഡ് യൂണിറ്റ് 2 കൺസെപ്റ്റ് ഓഫ് മൊറാലിറ്റി ആൻഡ് മോറൽ എഡ്യൂക്കേഷൻ, യൂണിറ്റ് 3 ഡയമെൻഷൻസ് ഓഫ് മൊറാലിറ്റി, യൂണിറ്റ് 4 pillars of democracy, living in peace and harmony. And block 2 changing culture and human values. മൊത്തം 4 യൂണിറ്റ്സ് ആണ് അതിൽ വരുന്നത്. യൂണിറ്റ് 1 ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹ്യൂമൻ വാല്യൂസ്, യൂണിറ്റ് 2 വാല്യൂസ് ഇൻ ഇന്ത്യൻ ഫിലോസഫി, യൂണിറ്റ് 3 കൾച്ചറൽ പ്ലൂറലിസം ഇൻ ഇന്ത്യൻ സൊസൈറ്റി, യൂണിറ്റ് 4 വാല്യൂസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ആൻഡ് ബ്ലോക്ക് 4 സോഷ്യൽ ഡൈനാമിക് ആൻഡ് വാല്യൂ ഡെവലപ്മെന്റ്. യൂണിറ്റ് അതിലും 4 യൂണിറ്റ് തന്നെയാണ് വരുന്നത്. ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ, യൂണിറ്റ് 2 സോഷ്യൽ ഇന്ററാക്ഷൻ ആൻഡ് ഹ്യൂമൻ വാല്യൂസ്, യൂണിറ്റ് 3 വാല്യൂസ് കോൺഫ്ലിക്ട് ആൻഡ് റെസൊല്യൂഷൻസ്, and unit 4 process of human adjustment. And the last one social linkages, block 5, unit 1 value development through social institutions, family and neighborhood, and unit 2 school and peer, and unit 3 role of parents, unit 4 influence of media and value development. ഒരു തിയറി പേപ്പർ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് ഇയർസിൽ വരുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് എത്ര യൂണിറ്റ് ഉണ്ട്, എത്ര ബ്ലോക്ക് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ ഒരു ഓവറോൾ ഒരു ഐഡിയ കിട്ടിക്കാണും. പിന്നെ നമുക്ക് അടുത്തായിട്ട് പറയാനുള്ളത്, നമുക്കറിയാം നമ്മുടെ കോഴ്സ് 1 ഇയറിലാണ്. അതായത് നമ്മൾ പഠിക്കുന്നത് സെം വൈസ് ആണെങ്കിൽ നമുക്ക് എക്സാം വരുന്നത് ഇയർ വൈസ് ആയിട്ടാണ്. സോ നമ്മളിപ്പോൾ ജാനുവരി ബാച്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് എക്സാംസ് ഒക്കെ വരുന്നത് ഡിസംബറിലായിരിക്കും. അതിന് മുന്നോടിയായിട്ട് നമുക്ക് മെയിനായിട്ട് ചെയ്യാനുള്ള ഒരു കാര്യമാണ് അസൈൻമെന്റ് വർക്ക് എന്ന് പറയുന്നത്. നമുക്ക് എത്ര പേപ്പർ ഉണ്ടോ അത്രയും പേപ്പറിന്റെ അസൈൻമെന്റ്സ് നമുക്ക് എഴുതി വെക്കാനായിട്ടുണ്ട്. നമുക്ക് 8 പേപ്പർ ഉണ്ട്. സോ 8 അസൈൻമെന്റ്സ് ആണ് നമുക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് ഉണ്ടായിരിക്കാം. നിങ്ങൾ എല്ലാവരും ഇപ്പോൾ നിലവിൽ അഡ്മിഷൻ എടുത്തവരുണ്ടായിരിക്കും. എടുത്തവർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡി സെന്റർ ഏതാണ് എന്നുള്ളതൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണും. എടുക്കാനുള്ളവർക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ സ്റ്റഡി സെന്റർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഈ ഒരു അസൈൻമെന്റ്സ് ഹാൻഡ് റിട്ടൺ ആയിട്ട് A4 എഴുതാനുള്ളത്. A4 എഴുതി നമ്മൾ നമ്മുടെ സ്റ്റഡി സെന്റർ എവിടെയാണോ അവിടെയാണ് നമ്മൾ കൊണ്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ഒക്ടോബർ 31 ആയിട്ടായിരിക്കും നമ്മുടെ സ്റ്റഡി സെന്ററിൽ സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് വരുന്നുണ്ടായിരിക്കാം. പിന്നെ സ്റ്റഡി സെന്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് ആ ഒരു ഡേറ്റ് നീട്ടാനുള്ള സാധ്യതകൾ ഉണ്ടായിരിക്കും. ഓക്കെ, അസൈൻമെന്റ്സ് നമ്മൾ A4 എഴുതുന്നത്. അത് എഴുതി അതിന്റെ കൂടെ നമ്മുടെ ഒരു ഫ്രണ്ട് പേജ് അസസ്മെന്റ് ഷീറ്റ് എല്ലാം വെച്ച് നമ്മൾ പഞ്ച് ചെയ്ത് നൂല് വെച്ച് കെട്ടിയിട്ടാണ് നമ്മൾ സ്റ്റഡി സെന്ററിൽ കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടുന്ന് അവർ അക്നോളജ്മെന്റ് ഫോം തരും. അതെന്ന് പറയുന്നത് നമ്മൾ സബ്മിറ്റ് ചെയ്തതിന് നമുക്ക് കിട്ടുന്ന ഒരു റെസിപ്റ്റ് ആണ്. അത് തീർച്ചയായിട്ടും നമ്മൾ കൈപ്പറ്റണം. കൈപ്പറ്റിയിട്ട് മാത്രമേ നമ്മൾ തിരിച്ചു വരാനായിട്ട് പാടുള്ളൂ. അപ്പോൾ പിന്നെ അസൈൻമെന്റ്സിൽ നമുക്ക് പാസ് മാർക്ക് എന്ന് പറയുന്നത് 35% ആണ്. 100 നമുക്ക് വരുന്നത്. അതിൽ നമുക്ക് 35% ആണ് നമുക്ക് പാസ് മാർക്ക് ആയിട്ട് വരുന്നത്. ഓക്കെ, ഓരോ അസൈൻമെന്റ്സും മിനിമം 30 പേജ് ഉണ്ടായിരിക്കണം. അതായത് നമ്മുടെ അസൈൻമെന്റ്സ് അതായത് 8 സബ്ജക്റ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഓരോ സബ്ജക്റ്റിനും മിനിമം 30 പേജ് നമുക്ക് ഉണ്ടായിരിക്കണം. പിന്നെ നമ്മുടെ അസൈൻമെന്റ്സ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ഒരു ടോപ്പിക് തരുന്നു അതിനെപ്പറ്റി നമ്മൾ എഴുതുന്നു അങ്ങനെയല്ല. നമുക്കൊരു എക്സാം പാറ്റേൺ പോലെ തന്നെയാണ്. അതായത് എക്സാംസിന് വരുന്ന ക്വസ്റ്റ്യൻസ് പോലെ തന്നെയാണ് നമുക്ക് വരുന്നത്. 20 മാർക്കിന്റെ essay ക്വസ്റ്റ്യൻസ് കാണും, 10 മാർക്കിന്റെ ഷോർട്ട് ആൻസേഴ്സ് കാണും, 5 മാർക്കിന്റെ ഷോർട്ട് നോട്ട്സും കാണും. അങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കുക. അപ്പോൾ 20 മാർക്കിന് 2 essay ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതണം, 10 മാർക്കിന്റെ ഷോർട്ട് ആൻസേഴ്സും എഴുതണം, 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻസും നമ്മൾ ആൻസർ ചെയ്യണം. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇഗ്നു നമ്മുടെ ക്വസ്റ്റ്യൻസ്, അതായത് അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻസ് ഇഗ്നു റിലീസ് ആകുന്ന സമയം തൊട്ടാണ് നമ്മൾ അസൈൻമെന്റ്സ് എഴുതി തുടങ്ങേണ്ടത്. എഴുതുന്നതിന് ഒത്തിരി റൂൾസ് ഉണ്ട് കേട്ടോ. A4 എഴുതുമ്പോൾ അതിന്റെ മാർജിൻസ് കാര്യങ്ങൾ അങ്ങനെ ഒത്തിരി റൂൾസ് വരുന്നുണ്ട്. അപ്പൊ അതെല്ലാം പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ എഴുതാനായിട്ട്. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഒക്ടോബർ 31 ഏറ്റവും അവസാനത്തോട്ട് വെക്കരുത്. കുറച്ച് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ സ്റ്റഡി സെന്ററിൽ കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടുന്ന് ഒരു അക്നോളജ്മെന്റ് ഫോം തരും. അത് നമ്മൾ കൈപ്പറ്റിയിട്ട് മാത്രം തിരിച്ചു പോരാനായിട്ട് ശ്രദ്ധിക്കാം. കൂടാതെ നിങ്ങൾ എഴുതിയിരിക്കുന്ന എല്ലാ അസൈൻമെന്റ്സിന്റെയും ഒരു കോപ്പി എന്ന രീതിയിൽ നിങ്ങൾ എടുത്തു വെക്കുക. ഫോണിൽ ഒരു ഫോട്ടോ ആയിട്ടോ ഒരു വീഡിയോ ആയിട്ടോ എല്ലാം ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു കോപ്പി നിങ്ങളുടെ കയ്യിൽ എക്സ്ട്രാ ആയിട്ട് എടുത്തു വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടേം ആൻഡ് എക്സാമിനേഷൻ. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് അസൈൻമെന്റ്സ് കൂടാതെ പിന്നെ വരുന്ന ഒന്നാണ് നമ്മുടെ എക്സാംസ് എന്ന് പറയുന്നത്. ഇയർ വൈസ് ആയിട്ട് എക്സാംസ് നടക്കുന്നതുകൊണ്ട് നമുക്ക് ഡിസംബറിലാണ് എക്സാംസ് വരുന്നുണ്ടാവുക. സോ നമുക്ക് നവംബർ മാസത്തിലായിരിക്കും നമുക്ക് എക്സാമിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യാനും കാര്യങ്ങളും വരുന്നുണ്ടായിരിക്കാം. ആ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സാം എഴുതാനായിട്ട് എക്സാം സെന്റേഴ്സ് കിട്ടും. ഈ എക്സാം സെന്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള നമുക്ക് സ്ഥലങ്ങൾ ചൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും.
സോ പെട്ടെന്ന് എക്സാം രജിസ്റ്റർ ചെയ്യാനായി അല്ലെങ്കിൽ അതിന് അപ്ലൈ ചെയ്യാനായി എന്ന് പറയുന്ന സമയത്ത് ഉടനെ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള സെന്റേഴ്സ് ഒക്കെ പെട്ടെന്ന് ഫില്ല് ആവാനുള്ള ഒരു സാധ്യതകൾ ഉണ്ടായിരിക്കും. സോ നമ്മൾ എക്സാം എഴുതുന്നത് എക്സാം സെന്റേഴ്സിലാണ്. അത് നമുക്ക് വേറെ തന്നെ കിട്ടുന്നതാണ്. പിന്നെ ഡിസംബറിൽ ഒരിക്കലും നമുക്ക് അടുപ്പിച്ചുള്ള ഡേറ്റുകളോ കാര്യങ്ങളോ ആയിരിക്കില്ല, നല്ല ഗ്യാപ്പ് ഒക്കെ ഉണ്ടായിരിക്കും. എക്സാംസ് ഈ പറയുന്ന പോലെ 100 തന്നെയാണ്. നമുക്ക് 35% തന്നെയാണ് പാസ് മാർക്കായിട്ട് വേണ്ടത്. എൻവയോൺമെന്റൽ സ്റ്റഡീസ് ഒഴിച്ച് കേട്ടോ. എൻവയോൺമെന്റ് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഒബ്ജക്റ്റീവ് ആണ്, 50 മാർക്കിലോട്ടാണ് നമുക്ക് വരുന്നത്. അത് ക്വസ്റ്റ്യനും 4 ഓപ്ഷൻസും കാണും. നമ്മൾ ഓരോ ഓപ്ഷൻസ് ചൂസ് ചെയ്ത് പോവുകയാണ് വേണ്ടത്. അതിൽ നമുക്ക് 18 ആണ് നമ്മുടെ പാസ് മാർക്കായിട്ട് നമുക്ക് ആവശ്യമുള്ളത്. ഓക്കെ. അപ്പൊ ഇത്രയാണ് എക്സാംസിന്റെ കാര്യങ്ങളായിട്ട് നമുക്ക് പറയാനുള്ളത്. പിന്നെ സ്റ്റഡി സെന്ററിൽ ഈ പറയുന്ന പോലെ നമ്മുടെ അസൈൻമെന്റ്സ് വാല്യൂ ചെയ്യുന്നത് സ്റ്റഡി സെന്റേഴ്സ് ആണ്. എക്സാംസിന്റെ അങ്ങനെയല്ല, നമ്മുടെ ഇഗ്നു തന്നെയാണ് വാല്യൂ ചെയ്യുന്നത് കേട്ടോ. പിന്നെ എക്സാംസിന് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ കയ്യിൽ ഹാൾ ടിക്കറ്റ് ഉണ്ടായിരിക്കും. അതുപോലെ നിങ്ങളുടെ ഐ ഡി കാർഡ് നിങ്ങളിപ്പോൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞവർക്ക് എന്തായാലും ഒരു 2 മന്ത് കഴിയുമ്പോഴേക്കും നമുക്കൊരു കൺഫർമേഷൻ മെയിൽ വരാം. അതിൽ നിങ്ങളുടെ എൻറോൾമെന്റും നിങ്ങളുടെ ID കാർഡും കാണും. അത് നിങ്ങൾ പ്രിന്റ് എടുത്തിട്ട് എടുത്തു വെക്കണം. എക്സാംസിന് പോകുമ്പോൾ നമുക്കത് ആവശ്യമാണ് കേട്ടോ. ഹാൾ ടിക്കറ്റും ഈ ഒരു ID കാർഡും കൂടെ നമുക്ക് കൊണ്ടുവേണ്ടതായിട്ടുണ്ട്. പിന്നെ മോസ്റ്റ് ഓഫ് ദം എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു ഡൗട്ട് ആയിരിക്കും കാൽക്കുലേറ്റേഴ്സ് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ കാൽക്കുലേറ്റേഴ്സ് നമുക്ക് സയന്റിഫിക് കാൽക്കുലേറ്റേഴ്സ് ഒന്നും അലൗഡ് അല്ല. നമുക്ക് നോർമൽ കാൽക്കുലേറ്റേഴ്സ് അവൈലബിൾ ആണ്. അത് നമുക്ക് അലോ ചെയ്യും കേട്ടോ. അത് കൊണ്ടുപോകുന്നതിലും കുഴപ്പമില്ല. ഓക്കെ. നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ ഫൈനൽ സ്കോർ എങ്ങനെയാണ് ഇടുന്നതെന്ന് ചോദിച്ചാൽ, നമുക്ക് ഒരു പേപ്പറിൽ, അതായത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമുക്ക് നമ്മൾ ഇപ്പോൾ മൈക്രോയുടെ ഒരു പേപ്പർ എടുക്കുവാണെങ്കിൽ അതിന്റെ അസൈൻമെന്റ്സിൽ നമുക്ക് കിട്ടിയ മാർക്കിന്റെ 30%, അതുപോലെ ആ ഒരു എക്സാംസ് നമുക്ക് റിട്ടേൺ ആയിട്ട് എഴുതിയ നമ്മുടെ ആ ഒരു എക്സാംസിൽ കിട്ടിയ മാർക്കിന്റെ 70%, ആ ഒരു 30%ഉം ഈ ഒരു 70%ഉം കൂടെ ആഡ് ചെയ്തിട്ടാണ് നമുക്ക് ഫൈനൽ സ്കോർ ഇടുന്നത്. മനസ്സിലായല്ലോ? അതായത് അസൈൻമെന്റ്സിന് എത്രയാണോ മാർക്ക് കിട്ടിയത് ആ കിട്ടിയ മാർക്കിന്റെ 30% പ്ലസ് നമ്മൾ എക്സാംസ് എഴുതുമ്പോൾ നമുക്ക് എത്രയാണോ മാർക്ക് കിട്ടിയത് ആ കിട്ടിയ മാർക്കിന്റെ 70%, ആ ഒരു 30%ഉം ഈ ഒരു 70%ഉം കൂടെ ആഡ് ചെയ്തിട്ടാണ് നമുക്ക് ഫൈനൽ സ്കോർ ഇടുന്നത്. സോ നമ്മൾ നല്ലൊരു ഗ്രേഡിലോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യണം. നന്നായിട്ട് അസൈൻമെന്റ്സിലായാലും എക്സാംസിലായാലും നല്ലപോലെ നമ്മൾ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് ആയിട്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം ടേബിൾ കാര്യങ്ങൾ ഞാൻ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. അതിന് മുന്നോടിയായിട്ട് നമുക്ക് ലേൺ വൈസിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ സപ്പോർട്ടുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യത്തിനെ പറ്റിയിട്ട് ഒന്ന് നമുക്ക് പറഞ്ഞു നോക്കാം കേട്ടോ. ഒട്ടുമിക്ക ആളുകളും ഇപ്പോൾ ലേൺവേസിന്റെ ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഇരിക്കുന്നവരായിരിക്കും. സോ നിങ്ങൾ ഓൾറെഡി വീഡിയോസ് കാണാൻ തുടങ്ങിയവരും ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കറിയാം നമുക്ക് അതിൽ റെക്കോർഡഡ് ക്ലാസ്സസ്, അതായത് നമ്മൾ ഓരോ സബ്ജക്റ്റിന്റെയും റെക്കോർഡഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് ഇപ്പോൾ അതിൽ അവൈലബിൾ ആണ്. കൂടാതെ നമുക്ക് ബ്ലോക്ക് വൈസ് ഓരോന്നിന്റെയും ലൈവ് റിവിഷൻ സെക്ഷൻസും കാണും. നമ്മൾ ബ്ലോക്ക് വൈസ് ആണ് ലൈവ് റിവിഷൻ സെക്ഷൻസ് ഉണ്ടായിരിക്കുക. കാരണം ആ ഒരു ബ്ലോക്കിൽ, അതായത് അതിന് എത്ര യൂണിറ്റ്സ് വരുന്നുണ്ടോ അത്രയും യൂണിറ്റിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഏരിയാസ് ഏതാണ്, എവിടെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ നോക്കിയിട്ടായിരിക്കും നമ്മൾ റിവിഷൻ സെക്ഷൻസ് വെക്കുന്നുണ്ടായിരിക്കാം. ഇതിന് പുറമെ നിങ്ങൾക്ക് വാല്യൂ ആഡഡ് നോട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലെക്ചർ നോട്ട് പോലെ നോട്ടായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്ന വാല്യൂ ആഡഡ് നോട്ടുകൾ നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആണ്. കൂടാതെ നമുക്ക് എക്സാമിന്റെ സമയമാകുമ്പോഴേക്കും എക്സാം പീഡിയ, എക്സാം സ്പെഷ്യൽ ഗൈഡ് ബുക്കുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. അതിനകത്ത് നമ്മൾ കറക്റ്റായിട്ട് നമ്മളുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ എല്ലാം ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏത് ബ്ലോക്ക് ആണ്, ഏത് യൂണിറ്റ് ആണ്, ഏത് ടോപ്പിക് ആണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്, ഏത് ഏരിയ ആണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയി വന്നിട്ടുള്ളത്, എവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്യണം എന്നുള്ള കാര്യത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് ആ ഒരു സമയം നിങ്ങൾക്ക് ആപ്പിൽ കിട്ടുന്നുണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് അത് റിവിഷന് വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആകുന്ന കാര്യങ്ങളായിരിക്കും. സോ അതിന് പുറമെ പിന്നെ നമുക്ക് അസൈൻമെന്റ്സിന്റെ ഗൈഡ് ബുക്ക് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഗ്നു അസൈൻമെന്റ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ റിലീസ് ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ആപ്പിനകത്ത് അസൈൻമെന്റ്സിന്റെ ഗൈഡ് ബുക്ക് കാര്യങ്ങൾ റിലീസ് ആക്കുന്നുണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് ആ ഒരു ആൻസേഴ്സ് നോക്കിയിട്ട് അതുപോലെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. പക്ഷെ അതിൽ ആദ്യത്തെ ഒരു 2 പാരഗ്രാഫ് എഴുതുമ്പോൾ നിങ്ങൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളത് ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സെയിം സ്റ്റഡി സെന്റേഴ്സിലുള്ള കുട്ടികളുണ്ടായിരിക്കും. സോ അതിൽ കുറച്ച് ആദ്യത്തെ ആ ഒരു പാരഗ്രാഫിൽ മാത്രം നിങ്ങൾ ചെറിയ ചേഞ്ചസ് കാര്യങ്ങൾ വരുത്താനായിട്ട് ശ്രദ്ധിക്കുക. സോ നിങ്ങൾക്ക് അസൈൻമെന്റ്സ് എഴുതാനുള്ള ഗൈഡ് ബുക്ക് കാര്യങ്ങളും നമ്മുടെ ആപ്പിനകത്ത് റിലീസ് ആക്കുന്നതായിരിക്കും.
ആൻഡ് നെക്സ്റ്റ് ആയിട്ട് പിന്നെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന പോലെ ഏറ്റവും ഇമ്പോർട്ടൻസ് ഏതാണ്, ഏത് ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയി വന്നിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയി വന്നിട്ടുള്ള എസ് ക്വസ്റ്റ്യൻ ഏതാണ്, ഷോർട്ട് ആൻസേഴ്സ് ക്വസ്റ്റ്യൻ ഏതാണ്, ഏത് ബ്ലോക്ക് നമ്മൾ നന്നായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഏത് യൂണിറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സെക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. അതുപോലെ മോഡൽ എക്സാംസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. അതിന് കൂടാതെ നിങ്ങൾക്ക് എക്സാംസിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാനും കാര്യങ്ങൾക്കുമായിട്ട് ഇഗ്നുവിന്റെ തന്നെ നമ്മളുടെ ഒരു എക്സാം ഹെൽപ്പ് ഡെസ്കും കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഇതിനെല്ലാം പുറമെ നമ്മുടെ ഈ ലാംഗ്വേജിൽ ഇമ്പ്രൂവ്മെന്റ്സ് വരുത്താനായിട്ട് നമ്മുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിലായാലും അതുപോലെ നമുക്ക് റീഡിംഗ് റൈറ്റിംഗ് രണ്ടിലും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമുക്കൊരു ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് അതും കിട്ടുന്നുണ്ടായിരിക്കും. ഇത് നമ്മുടെ ഒരു ലേൺവേസ് എന്ന് പറയുന്നത് ഒരിക്കലും പഠനം മാത്രം ഫോക്കസ് ചെയ്യുന്ന ആളുകൾ മാത്രമല്ല. ഇതിനിടയിൽ നമുക്ക് കുറച്ച് എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഇവന്റ്സുകളെല്ലാം കണ്ടക്ട് ചെയ്യാറുണ്ട്. നമ്മൾ ഫെസ്റ്റിവൽസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ. പിന്നെ ഇതിനൊക്കെ പുറമെ നിങ്ങൾക്ക് ഒരു കരിയർ ഡെവലപ്മെന്റിന്റെ ഇനീഷ്യേറ്റീവ് അല്ലെങ്കിൽ അതിന്റെ ഒരു ക്ലാസ്സസ് കാര്യങ്ങൾ അതും നിങ്ങൾക്കുണ്ടായിരിക്കും. നിങ്ങൾ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് മേഖലയിലോട്ട് പോകാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങളിലോട്ട് നിങ്ങൾക്ക് എത്തപ്പെടാൻ പറ്റും എന്നുള്ളതിനെ പറ്റും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അവയർനെസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ഓക്കെ. ഓക്കെ. അപ്പോൾ ഇതാണ് ടൈം ടേബിൾ എന്ന് പറയുന്നത്. നമ്മുടെ ഇനി അങ്ങോട്ട് അതായത് നിങ്ങൾക്ക് ഇതിൽ കറക്റ്റ് ആയിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ ഏത് പഠിക്കണം എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇന്ന് തൊട്ട് 3 ഫെബ്രുവരി 3 തൊട്ട് ഓരോ ദിവസവും എത്ര വീഡിയോസ് നിങ്ങൾ കാണണം, ഏത് വീഡിയോസ് കാണണം എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ അസൈൻ ചെയ്ത് തരുന്നുണ്ട്. നിങ്ങൾക്ക് ടൈം ടേബിൾ നോക്കിയാൽ കാണാം. നമുക്കിവിടെ 10:30 AM അതുപോലെ 7:30 PM എന്ന് കൊടുത്തിട്ടുണ്ട്. ഒരു ദിവസം നിങ്ങൾ 2 വീഡിയോസ് ആണ് കാണേണ്ടത്. സ്റ്റാർട്ടിങ് നിങ്ങൾ ഇപ്പോൾ പഠിച്ചു തുടങ്ങേണ്ടത് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ ആണ്. അപ്പോൾ നിലവിൽ ഓൾറെഡി ഇപ്പൊ നിങ്ങൾ ഇതിനു മുമ്പ് സ്റ്റാർട്ട് ചെയ്തവരുണ്ടായിരിക്കും, വേറെ സബ്ജക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്തവരുണ്ടായിരിക്കും. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തവർ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് ഇനി അങ്ങോട്ട് ഇന്ന് തൊട്ട് ഈ ഒരു ടൈം ടേബിൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത് പറയാൻ കാരണം നമ്മൾ ഈ ഒരു ടൈം ടേബിളിനനുസരിച്ചിട്ടാണ് നമ്മൾ ലൈവ് സെക്ഷൻസ് നടക്കുന്നുണ്ടായിരിക്കുക. സോ നിങ്ങൾ ഈ ഒരു ടൈം ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിനെ കണ്ടിന്യൂ ചെയ്യട്ടെ, അത് കഴിഞ്ഞിട്ട് പഠിക്കാം എന്ന് വിചാരിച്ചിരുന്നാൽ ലൈവ് സെക്ഷൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യുമ്പോൾ ഒന്നും തന്നെ മനസ്സിലാവുന്നുണ്ടായിട്ടില്ല. അപ്പോൾ ഇന്ന് തൊട്ട് നമ്മൾ ടൈം ടേബിൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇതിലിപ്പോൾ നമ്മൾ ടൈം കൊടുത്തേക്കുന്നത് 10:30 AM 7:30 PM ആണ്. പക്ഷെ നിങ്ങൾ പലരും പല സിറ്റുവേഷൻസിൽ ഉള്ളവരാണ്. വീട്ടിൽ ഫ്രീ ആയിട്ട് ഇരിക്കുന്നവരുണ്ടാവും, അതല്ല ജോലിക്ക് പോകുന്നവരുണ്ടായിരിക്കും, ഹൗസ് വൈഫ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ടൈം പ്രിഫറൻസ് നിങ്ങൾ ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് ടൈമാണോ ഫ്രീ ആയിട്ട് കിട്ടുന്നത് ആ ടൈം നിങ്ങൾ പഠിക്കാനായിട്ട് യൂസ് ചെയ്യുക. പക്ഷെ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു 2 കാര്യങ്ങൾ, അതായത് ഒരു ദിവസം നമ്മൾ 2 വീഡിയോസ് കാണണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ നമുക്ക് ഫസ്റ്റില് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടും അതുപോലെ ലെസൺ 1 ബ്ലോക്ക് 1 ലെസൺ 1 ആണ് ഫസ്റ്റ് ആയിട്ട് കാണാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇന്ന് അത് കംപ്ലീറ്റ് ആക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അങ്ങനെ ഓരോ ദിവസവും അതാത് ദിവസങ്ങളിൽ ഏതാണോ അസൈൻ ചെയ്തിട്ടുള്ളത് അത് കംപ്ലീറ്റ് ആക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ടൈം ടേബിൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ ഒരു ടൈം ടേബിൾ ഞാൻ നിങ്ങൾക്ക് എന്തായാലും വാട്സപ്പിൽ അയച്ചു തരും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് നമുക്ക് സൺഡേസിൽ നിങ്ങൾക്ക് ഒന്നും അസൈൻ ചെയ്തിട്ടില്ല. അതിന് കാരണം ആ ഒരു സൺഡേ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വെറുതെ ചുമ്മാ ഫ്രീ ആയിട്ട് ഇരിക്കാനുള്ളതല്ല. നിങ്ങൾക്ക് 2 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾക്ക് ഈ ഒരു വരുന്ന ഒരു വീക്കിൽ ഏതെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു വീഡിയോ കാണാൻ നിങ്ങൾ മിസ്സാക്കി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പെൻഡിങ്ങിൽ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ആ ഒരു സൺഡേ നിങ്ങൾ കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. എല്ലാം കവേർഡ് ആണ് എന്നുള്ളവര് ആ ഒരു ആഴ്ചയിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊന്ന് റിവിഷൻ ചെയ്യാനായിട്ട് ആ ഒരു സൺഡേ യൂസ് ചെയ്യുക. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു സബ്ജക്റ്റ്, അതായത് ഫസ്റ്റ് ബ്ലോക്ക് കംപ്ലീറ്റ് ആകുന്ന ദിവസമാണ് നമുക്ക് ലൈവ് ആയിട്ട് വരുന്നുണ്ടായിരിക്കുക. സോ ഇവിടെ നമുക്ക് ലൈവ് സെക്ഷൻസിന്റെ ഇവിടെ കണ്ടോ, റിവിഷൻ ടൈം ലൈവ് സെക്ഷൻ സെൽഫ് സ്റ്റഡി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ ആ ഒരു കറക്റ്റ് ഡേറ്റിൽ തന്നെ നമുക്ക് ലൈവ് സെക്ഷൻ നടക്കണമെന്നില്ല, പക്ഷെ ലൈവ് സെക്ഷൻസ് എന്തായാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ ഒന്നെങ്കിൽ ആ ഒരു ഡേ നമുക്ക് ലൈവ് സെക്ഷൻ നടന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ദിവസം സെൽഫ് സ്റ്റഡി, അതായത് റിവിഷൻ ആയിട്ട് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ. ബ്ലോക്ക് വൈസ് ആയിട്ടാണ് നമുക്ക് ലൈവ് സെക്ഷൻസ് ഉണ്ടായിരിക്കുക. അതിന്റെ റെക്കോർഡഡ് വീഡിയോസും നമ്മുടെ ആപ്പിനകത്ത് കാണും. നമുക്ക് നൈറ്റ് ആയിരിക്കും 7 to 9 ഉള്ളിൽ ഒരു 1 hour സെക്ഷൻ ആയിട്ടായിരിക്കും നമുക്ക് ലൈവ് സെക്ഷൻസ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ.
നമ്മൾ ഓരോ ബുക്സും കവർ ചെയ്താണ് പോകുന്നത്. സോ ഫസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് വരുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് പഠിക്കാനുള്ളത് ഇൻട്രൊഡക്ടറി മൈക്രോ എക്കണോമിക്സ് ആണ്. അതായത് 10th മാർച്ച് തൊട്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങുന്ന ബുക്ക് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ടറി മൈക്രോ എക്കണോമിക്സ് ആണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വരുന്നത് ഇൻട്രൊഡക്ടറി മാക്രോ എക്കണോമിക്സ് ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇന്ത്യൻ സൊസൈറ്റി ഇമേജ് ആൻഡ് റിയാലിറ്റീസ്. ഇപ്പോൾ ഇതിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഇലക്ടീവ്സ് ചൂസ് ചെയ്തതിൽ ഡിഫറൻസ് ഉള്ളവരുണ്ടായിരിക്കാം. അപ്പൊ ഇതിൽ നിങ്ങളുടെ ഇലക്ടീവ്സ് ഇല്ല എന്ന് പറഞ്ഞ് മാറിയിരിക്കരുത്. കാരണം ഇതിലിപ്പോൾ ഇന്ത്യൻ സൊസൈറ്റി ആണ് നിങ്ങൾ ചൂസ് ചെയ്ത ഇലക്ടീവ്സ് വേറെ ആണെന്നുണ്ടെങ്കിൽ ഈ ഇന്ത്യൻ സൊസൈറ്റിക്ക് പകരം എന്ത് ചെയ്യുക, നിങ്ങൾ ചൂസ് ചെയ്ത ഇലക്ടീവ്സ് ഇരുന്ന് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പോൾ ഇതിന് ശേഷമുള്ള ഇവിടുന്ന് തൊട്ടുള്ള, അതായത് മെയ് മാസം തൊട്ടുള്ള ഈ ഒരു സെക്ഷൻസ് എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക, റിവിഷന് വേണ്ടിയിട്ടും കാര്യങ്ങൾ, അതായത് നമ്മൾ ഇവിടെ 4 സബ്ജക്റ്റ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ കുറച്ച് നമ്മളൊരു ഹാഫ് ആകുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 4 സബ്ജക്റ്റ് കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ 4 സബ്ജക്റ്റ് എന്ത് ചെയ്യാം, റിവൈസ് ചെയ്ത് പഠിക്കാനുള്ള ടൈമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇത് കഴിയുമ്പോഴേക്കും നമ്മൾ അടുത്ത ടൈം ടേബിൾ നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ടായിരിക്കും. നിർബന്ധമായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തീർച്ചയായിട്ടും ടൈം ടേബിൾ പക്ക ഫോളോ ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു ദിവസം ഡിലേ വന്നു കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഉണ്ടാവരുത്. നിങ്ങളത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ. ഫോർ ഇയർ ഡിഗ്രി ചൂസ് ചെയ്തവർക്കുള്ള ടൈം ടേബിൾ ആണിത്. അപ്പോൾ ഇവരുടെ നമ്മൾ ഫസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന പേപ്പർ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ് ആണ്. ഈ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് അതിൽ ഫോളോ ചെയ്യാനുള്ളത്. ഓരോ യൂണിറ്റ്സ് കാര്യങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ ഒരു യൂണിറ്റിന്റെ വീഡിയോ കണ്ട് കഴിയുമ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, അതിന്റെ ആ ഒരു ടെക്സ്റ്റ് ബുക്ക്, അതിന്റെ ആ ഒരു SLM വാൻ എന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ അതിൽ കൊടുത്തിരിക്കുന്ന മോക്ക് ടെസ്റ്റ് കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പോൾ സെയിം കാര്യങ്ങൾ തന്നെയാണ്. ഈ ഒരു ടൈം ടേബിൾ ഞാൻ വാട്സപ്പിൽ അയക്കുന്നതായിരിക്കും കേട്ടോ. 4 ഇയർ പഠിക്കുന്ന സ്റ്റുഡൻസിന് ഞാൻ ഈ ഒരു ടൈം ടേബിൾ വാട്സപ്പിൽ അയക്കുന്നതായിരിക്കും. സെയിം മോഡൽ തന്നെയാണ്. നമുക്ക് ആദ്യം വരുന്ന സബ്ജക്ട് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ്. അത് കഴിഞ്ഞ് നമുക്ക് ഇൻട്രൊഡക്ടറി മൈക്രോ എക്കണോമിക്സ് വരുന്ന പേപ്പർ ഉണ്ട്. പിന്നെ നമുക്ക് ഇൻട്രൊഡക്ടറി പിന്നെ വരുന്നത് പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ് എന്ന് പറയുന്ന പേപ്പറാണ്. പിന്നെ ഇൻട്രൊഡക്ടറി മൈക്രോ എക്കണോമിക്സ്. അങ്ങനെ 4 പേപ്പേഴ്സ് ആണ് നമുക്ക് ഹാഫായിട്ട് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ടൈം ടേബിൾ കിട്ടുന്നതായിരിക്കും കേട്ടോ. ഓക്കെ. പിന്നെ ഇതുവരെ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇതുവരെ നിങ്ങളുടെ സബ്ജക്ട് റിലേറ്റഡോ അല്ലെങ്കിൽ നിങ്ങളുടെ അസൈൻമെന്റ്സോ എക്സാംസോ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാം കേട്ടോ. നിങ്ങളുടെ അൺമ്യൂട്ട് ആക്കിയിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് കമന്റിലെങ്കിലും ഒന്ന് പറയാട്ടോ. കമന്റ് സെക്ഷൻസിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തിട്ട് ചോദിക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് പറയുക. അത് ക്ലിയർ ആണെങ്കിലും അതും നിങ്ങൾക്ക് പറയാവുന്നതാണ്. നിങ്ങൾക്ക് എക്സാംസ് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ അസൈൻമെന്റ്സ് റിലേറ്റഡ് ആയിട്ടോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ആർക്കും ഇല്ല? എല്ലാവർക്കും എല്ലാം ക്ലിയർ ആണോ? അനീഷ, അസ്മ, കാർത്തിക, റഫേൽ, ശ്രീലക്ഷ്മി, ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? നമ്മുടെ സബ്ജക്റ്റുകൾ ക്ലിയർ ആയോ? അതുപോലെ ടൈം ടേബിൾ എങ്ങനെയാണ് നോക്കേണ്ടത് എന്നുള്ളത് ക്ലിയർ ആയോ? അസൈൻമെന്റ്സ് ക്ലിയർ ആണോ? എക്സാംസിന്റെ പാറ്റേൺസ് കാര്യങ്ങൾ അത് ക്ലിയർ ആണോ? ടെക്സ്റ്റ് ബുക്ക് അത് എങ്ങനെ അത് ഇഗ്നുന്റെ യൂണിവേഴ്സിറ്റിന്റെ ഭാഗത്ത് അത് വരുന്നത്? നമ്മുടെ അഡ്മിഷൻ എടുത്ത് നമുക്ക് കൺഫർമേഷൻ മെയിൽ വന്നതിന് ശേഷം ഒരു 2 മാസം പിടിക്കും. കാരണം നമുക്ക് ഇഗ്നു ഡയറക്റ്റ് ആയിട്ടാണ് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് അയക്കുന്നത്. അപ്പോൾ നമ്മുടെ കൺഫർമേഷൻ മെയിൽ വന്ന് നമ്മൾ ID കാർഡ് എല്ലാം കിട്ടി ഒരു 2 മാസം കൂടെ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ടെക്സ്റ്റ് ബുക്ക് പോസ്റ്റ് വഴിയാണ് വരുന്നുണ്ടായിരിക്കുക. സെം വൈസ് ആയിട്ടാണ് ടെക്സ്റ്റ് ബുക്ക് അയക്കുന്നുണ്ടാവുക. ആദ്യം ഫസ്റ്റ് സെമിന്റെ ടെക്സ്റ്റ് ബുക്ക് അയക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സെമിന്റെ ടെക്സ്റ്റ് ബുക്ക്, അങ്ങനെയായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. ഓക്കെ. അപ്പൊ ഈ ടെക്സ്റ്റ് ബുക്ക് വഴിയായിട്ട് നിങ്ങള് അത് ഇതിലുണ്ടാവുകയല്ലേ? നമുക്ക് അതിൽ SLM എന്ന് പറഞ്ഞിട്ട് സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആപ്പിനകത്ത് വീഡിയോസിന്റെ കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ തനി പകർപ്പ് തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് അത് വായിക്കാവുന്നതാണ്. സെയിം തന്നെയാണ് കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് അതിൽ കൊടുത്തിട്ടുള്ളത്.
ഓക്കെ. അതില്ലെങ്കിൽ നമുക്ക് പ്രിന്റ് എടുക്കാവുന്നതാവുന്നു അല്ലേ? കൂടുതൽ പ്രിന്റ് ബുദ്ധിമുട്ട്. എടുക്കണമെന്നുള്ളവർക്ക് പേഴ്സണലി എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഞാനത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചുതരാം. നമുക്ക് ആപ്പിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനോ കാര്യങ്ങളോ പറ്റുന്നുണ്ടാവില്ല. ആപ്പിൽ വീഡിയോസ് ഡൗൺലോഡ് ചെയ്തിട്ട് ആപ്പിനകത്ത് തന്നെ നമുക്ക് ഓഫ്ലൈൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് പോയാൽ നമുക്ക് വീഡിയോസ് ഓഫ്ലൈൻ ആയിട്ട് നെറ്റ് ഇല്ലാണ്ട് തന്നെ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ കാണാൻ പറ്റും. പക്ഷെ അതൊരിക്കലും നമ്മുടെ ഗാലറിയിലോട്ടൊന്നും വരത്തില്ല. അതുപോലെ നമുക്ക് അതിൽ സ്ക്രീൻഷോട്ടോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റില്ല, റെക്കോർഡ് ചെയ്യാനും പറ്റത്തില്ല. സോ SLM ടെക്സ്റ്റ് ബുക്കിന്റെ പകർപ്പ് പ്രിന്റ് എടുക്കാനാണ് എന്നുണ്ടെങ്കിൽ, SLM പ്രിന്റ് എടുക്കാനാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ അയച്ചു തരുന്നതായിരിക്കും. ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് അയച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് അത് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, താങ്ക്സ്. ഇപ്പൊ നിങ്ങൾ ഫസ്റ്റില് സെക്ഷനിൽ ഒരു എന്താ ആക്ഷൻ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. സെക്കൻഡ് സെക്ഷനിൽ നമുക്കൊരു ആക്ഷൻ ടാസ്ക് ഉണ്ടായിരുന്നു, അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇനി നമ്മുടെ ഈ സെക്ഷന്റെ ആക്ഷൻ ടാസ്ക് ആണ് നോ യുവർ സബ്ജക്റ്റിന് ബേസ് ചെയ്തിട്ടാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ നമ്മുടെ മിസ് പറഞ്ഞതുപോലെ നിങ്ങളിപ്പോ നിങ്ങളുടെ ഫസ്റ്റ് ഇയറിലെ എന്താണ് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ സബ്ജക്ട്സിനെ കുറിച്ചിട്ടെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പം ഈ സബ്ജക്ട്സ് എല്ലാം എന്താണ് ഓരോ പ്രൊഡക്റ്റ് ആണെന്ന് വിചാരിക്കുക. പ്രൊഡക്റ്റ് ആണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്താ പ്രൊഡക്റ്റിനെ സെല് ചെയ്യണം. സെല് ചെയ്യുമ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എന്താ ആ സെല് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ഒരു ടാഗ് ലൈനോ അല്ലെങ്കിൽ എന്തോ ഒരു സ്ലോഗനോ അല്ലെങ്കിൽ ഒരു അഡ്വർടൈസ്മെന്റ് പോലെ എന്ത് ചെയ്യുക, അതിന് ആ സബ്ജക്ട്സിനെ എല്ലാം എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്ത് എന്താ ഒരു വീഡിയോ മെസ്സേജ് ആയിട്ടോ അതല്ലെങ്കിൽ എന്താണ് പേപ്പറിൽ എഴുതിയാലും മതി. എഴുതി എന്ത് ചെയ്യുക, നിങ്ങളുടെ മെന്ററിന് അയച്ചു കൊടുക്കുക. അപ്പം എന്താണ് പറഞ്ഞത്, നേരത്തെ നമ്മളിപ്പോ ഇത്രയും പഠിച്ച സബ്ജക്ട്സിനെ എന്താ പ്രൊഡക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രൊഡക്റ്റിനെ സെല് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ക്രിയേറ്റ് സ്ലോഗൻ അല്ലെങ്കിൽ ഒരു ടാഗ് ലൈൻ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അതൊരു വോയിസ് നോട്ട് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടോ എന്ത് ചെയ്യുക, നിങ്ങളുടെ മെന്ററിന് എന്ത് ചെയ്യുക, അത് അയച്ചു കൊടുക്കുക. രണ്ടാമത്തെന്ന് പറയുന്നത്, ഇപ്പം സപ്പോസ് നിങ്ങൾ ഒരു ടീച്ചർ ആകുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ടീച്ചറിന്റെ ഒരു പൊസിഷൻ കിട്ടി. അപ്പം നിങ്ങൾ ഈ ഇത്രയും നമ്മൾ നോക്കിയതിൽ ഏത് സബ്ജക്റ്റ് ആയിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യുക? എന്തുകൊണ്ടായിരിക്കും ചൂസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു കാരണം ഉണ്ടാവും അല്ലെ? അപ്പം ആ കാരണം എന്താണെന്നും കൂടെ എന്ത് ചെയ്യുക, വ്യക്തമാക്കിക്കൊണ്ട് ഒരു വോയിസ് നോട്ടോ അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി എന്ത് ചെയ്യുക, നിങ്ങളുടെ മെന്ററിന് അയച്ചു കൊടുക്കുക. ഇത് ഈ സെക്ഷൻ കഴിഞ്ഞ ഉടനെ മെന്റർ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആക്ഷൻ ടാസ്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പം അതിനനുസരിച്ച് പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ എന്താ ഉറപ്പുവരുത്തുക കേട്ടോ. ഓക്കെ, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഇനി ആർക്കെങ്കിലും എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ വാട്സപ്പിൽ കണക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ടൈം ടേബിൾ സംബന്ധമായിട്ട് നിങ്ങൾക്ക് അത് നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചോദിക്കാം. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾ ക്ലിയർ ചെയ്തിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. എന്തുണ്ടെങ്കിലും നിങ്ങൾ വാട്സപ്പിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അങ്ങനെ നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. സോ താങ്ക് യു ഫോർ ജോയിനിങ്.